കേസിന്റെ വിധിയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനാണോ? എനിക്കതിനെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ജയിക്കും തന്നെ എന്റെ വിശ്വാസം. എല്ലാത്തിനും മേൽ കാലം എന്നൊന്നുണ്ടല്ലോ. ചെയ്തു കൂട്ടിയതിനെല്ലാം ഉള്ള ശിക്ഷ അവന്തിക്ക് കാലം കൊടുക്കും. ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കുമുള്ള പരിഹാരമായി കേസ് സച്ചേട്ടനും കുടുംബത്തിനും അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്യും. എല്ലാം ഉടനെ തന്നെ കലങ്ങി തെളിയുന്ന എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സച്ചേന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി രാജീവ്. ഇത്ര പെട്ടെന്നോ? രാജീവ് പേടിക്കണ്ട. ഗൂഗിളിനെ തകർത്തെറിഞ്ഞുകൊണ്ടോ ഈ കുടുംബം ഇല്ലാതാക്കിക്കൊണ്ടോ ആയിരിക്കില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. അർച്ചന എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. പതിയെ പതിയെ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം ഗൂഗിളിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഗൂഗിൾ ഇത് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അർച്ചന കരുതുന്നുണ്ടോ? ഗൂഗിളിന്റെ മാനസികാവസ്ഥ എനിക്കറിയാം. ഇക്കാര്യത്തിൽ എനിക്ക് രാജീവിന്റെ സഹായം വേണം. എന്ത് സഹായത്തിനും ഞാനുണ്ട്. പക്ഷേ എടുത്തു ചാടി ഉടനെ ഒരു തീരുമാനം എടുക്കരുത്. സച്ചേട്ടന്റെ ക്ഷമയെ ഇനിയും നമ്മൾ പരീക്ഷിക്കരുത്. ആദ്യം 4-ാം തീയതിയിലെ വിധി എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകരുത്. സമൃദ്ധ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാജീവ് പറഞ്ഞ പോലെ 4-ാം തീയതി വരെ ഞാൻ കാത്തിരിക്കും. അതിനുശേഷം എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. രാജീവിന് മാത്രമേ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ നേരത്തെ സംശയിച്ചത് വെറുതെ അല്ല. ഇവര് തമ്മിൽ എന്തോ രഹസ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏത് സമയത്തും ഇവര് തമ്മിൽ എന്തിനാ ഇത്രയ്ക്ക് രഹസ്യം പറയുന്നേ? ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താ രണ്ടുപേരും കൂടി ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നേ? എന്താ 4-ാം തീയതി? ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചു. എന്ത് ബെറ്റ്? 4-ാം തീയതി ഒരു മാച്ച് ഉണ്ട്. അതില് ആര് ജയിക്കുമെന്നാണ് ബെറ്റ്. ഞാൻ പറയുന്ന ആള് ജയിച്ച സമൃദ്ധ ഞാൻ പറയുന്നത് കേൾക്കും. അതല്ല, സമൃദ്ധ പറയുന്ന ആള് ജയിച്ച സമൃദ്ധ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കും. അല്ലേ സമൃദ്ധ? അങ്ങനല്ലേ? അല്ല, അത് പിന്നെ എന്തായാലും 4-ാം തീയതി കഴിയട്ടെ. മതി. അപ്പോ ഇപ്പൊ നിന്റെ സംശയം മാറിയല്ലോ. ഇനി എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിച്ചെന്ന് കേൾക്കണ്ട, നേരിട്ട് വന്ന് ചോദിച്ചാൽ മതി. കേട്ടോടി? ഒന്ന് നിന്നേ. രണ്ടുപേരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? രാജീവ് പറഞ്ഞല്ലോ, മാച്ച്. അത് തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചേച്ചി രാജീവിനോട് തന്നെ ചോദിച്ചാൽ മതി. എല്ലാം എനിക്ക് മനസ്സിലായി. 4-ാം തീയതി മാച്ച്. അതിന് രണ്ടുപേരും കൂടി ബെറ്റ് വയ്ക്കുന്നു. മനസ്സിലായി. 4-ാം തീയതി 2ന്റെ മാച്ച് ഞാൻ ശരിയാക്കി കൊടുക്കാം.